എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 8 of Wands, 8 of Cups, Page of Swords, next വന്നിട്ട് 8 of Swords, Knight of Swords, Judgment energy. ഫസ്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. 8 of Wands ആൻഡ് 8 of Swords എനർജി കണക്ഷൻസ് ആണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയമായതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായേക്കാം. ഈ തീരുമാനം എടുക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യവുമാവും. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യങ്ങളാവാം, ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സ്പ്ലിറ്റ് സെക്കൻഡിൽ ചില ഡിസിഷൻ എടുക്കേണ്ടി വന്നേക്കാം. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരിക. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഡിസിഷനാവും. ഇപ്പോൾ ഇന്ന രീതിയിൽ ഇന്ന കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ സ്കോളർഷിപ്പ് മറ്റു കാര്യങ്ങളോടുകൂടി പോവാം. മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ സാഹചര്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് അതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു കോഴ്സിന് സാധ്യത ഇല്ലാത്തതോ വിദേശത്ത് സാധ്യതയുള്ളതോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഉണ്ടാകുന്ന വേറെ ചില പ്രശ്നങ്ങൾ, നാട്ടിൽ നിന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ വിദേശത്ത് ലഭിക്കുന്നുണ്ടാവില്ല, തിരിച്ചും അതേപോലെ തന്നെയുള്ളൊരു സാഹചര്യമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ആയതുകൊണ്ട് അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഇതൊരു കർമ്മയുടെ എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് 8 of Wands, 8 of Swords, 8 of Swords, 8 of കപ്സ് എനർജി. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തികം നിലനിർത്തുന്നതോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാകാം. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ നിങ്ങൾ എവിടെയോ സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഒരേ സമയം തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ഭയവും അതേസമയം തന്നെ വളരെ ഒരു കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഭയം, മറ്റൊരു കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയും ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കലർത്തി ജീവിതത്തിൽ പല പല കാര്യങ്ങളിൽ പല പല രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 8 of Cups എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരും. അതിന് നിങ്ങൾ സമയം എടുക്കുന്നു, ഹെസിറ്റേറ്റ് ചെയ്യുന്നു, സ്ലോ ആണ്. മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ അതിൽ സമയം ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ വർക്കഹോളിക്കായിരിക്കാം നിങ്ങളുടെ ജോലിയുടെ സമയം, നിങ്ങളുടെ ജോലിയിൽ ഉള്ള നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈം, ഫാമിലിക്ക് ടൈം കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാതിരിക്കുക, നിങ്ങൾ ബേൺഡ് ഔട്ട് ആവുക എന്നൊക്കെ നമ്മൾ പറയും. ആവശ്യത്തിൽ കവിഞ്ഞ് പണിയെടുക്കുമ്പോൾ ക്ഷീണിതരാവുന്ന, ആരോഗ്യം നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ട എന്ന് വയ്ക്കേണ്ടത് ആ ഒരു തീരുമാനവുമാവും. ഇപ്പോൾ ഒരു കരിയർ ആയിരിക്കാം, വേണ്ടെന്ന് വയ്ക്കേണ്ടത് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരുന്ന ഒരു വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മളായിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു തീരുമാനം എടുക്കാൻ. കാരണം ലൈഫ് അത്രയും എളുപ്പമല്ല. അപ്പോൾ ആ ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്, വിട്ടുകളയാൻ ഉള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അത് നോക്കി തീരുമാനിക്കുക. ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങളായിട്ട് ജോലി റിസൈൻ ചെയ്യുന്നു. വിദേശത്തുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആവാം. നാട്ടിലെത്തി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതവും സാഹചര്യവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വിട്ടുകളഞ്ഞാൽ
നഷ്ടങ്ങളൊന്നും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പലതും ഈ ഒരു കാര്യം മാത്രം വിട്ടുകളഞ്ഞത് കൊണ്ട് തിരിച്ചു നേടിയെടുക്കാം എന്നുള്ളതാണ്. അതെന്താണ് ഏതാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ നമ്മൾ പക്വതക്കുറവ് അല്ലെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും, അത് ശരിയല്ല, പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ബാലിഷ്യമായിട്ടുള്ള തീരുമാനമായിരിക്കാം, ചിലപ്പോൾ പണ്ടെടുത്ത തീരുമാനമായിരിക്കാം, പക്ഷെ ആ ഒരു ഇത് ലൈഫ് മുന്നോട്ടേക്ക് പോവാണ്, തീരുമാനം എടുത്തു അത് മുന്നോട്ടേക്ക് പോകുന്നു എന്നതുകൊണ്ട് എപ്പോഴും അതിൽ തന്നെ തങ്ങി നിൽക്കണം എന്നൊന്നുമില്ല. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താം നമ്മൾ വേണമെന്ന് വെച്ചാൽ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഒരു എന്താ പറയുക, അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ മറ്റോ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളൊരു ചിന്തയാണത്. പുറകോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ ആ എടുത്ത തീരുമാനത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അത് വേണ്ടെന്ന് വെക്കുന്നതിൽ എന്തൊക്കെയോ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ആ വഴി തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല. ആ ഒരു വഴി ഉള്ള യാത്ര അവസാനിപ്പിച്ചിട്ട് തിരിച്ചു മടങ്ങുകയോ മറ്റൊരു വഴി ചൂസ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ കരിയർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, നിങ്ങളുടെ ബന്ധങ്ങളിലാവാം. ചില ബന്ധങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ഇവരുടെ കൂടെയാണ് എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ കൂടെ ആയിരിക്കണം എന്നില്ല. കാരണം തെറ്റായിട്ടുള്ളൊരു വഴിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അറിയുന്നു. സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് പുതിയ അപ്രൻറ്റിഷിപ്പ്, ഇൻറ്റേൺഷിപ്പൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയവും ആകാം ഈ ഒരു സമയം. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന പക്വതയാർന്നൊരു തീരുമാനം എടുക്കുന്നൊരു സമയമാണ്. കാരണം ഇവിടുത്തെ ഒരു എനർജി 8 ഓഫ് സോർട്സ് ആണ്. നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ചില സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കും. അത് തെറ്റ് പറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ചില സിറ്റുവേഷൻ നമുക്കറിയാം അത് നിൻ്റെ തെറ്റാണ് എന്നുള്ളത് ആരോപിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കൊണ്ടുവരുന്നത്. തെറ്റുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തെറ്റിൽ തന്നെ തങ്ങി നിൽക്കുക എന്നുള്ളതാണ് അതിലും വലിയൊരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ തിരുത്താൻ ശ്രമിക്കുക. തിരുത്താൻ പറ്റാത്തതായിട്ടുള്ളൊരു ഒരു സാഹചര്യം ഒന്നും നിങ്ങളുടെ ലൈഫിലില്ല. പിന്നെ നിങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് കുടുംബത്തിലാവാം, മറ്റെവിടെയെങ്കിലും ആകാമെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രാപ്ഡ് ഒന്നുമല്ല. ഈ ഒരു തീരുമാനം എടുത്ത് നിങ്ങളാണ്. അപ്പോൾ അത് തിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. അത്രയും മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേട്ടിട്ട് നിൽക്കാതെ ഇത് നിങ്ങളുടെ ലൈഫാണ്, തീരുമാനമെടുക്കുക. നിങ്ങൾ ഒരിടത്തും സ്റ്റക്കല്ല, ഇത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾ തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പല പല കാര്യങ്ങൾ ഇത് പാസ്റ്റ് എനർജിയാണ്. ബാലിഷ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഫൈനലി നിങ്ങൾ ഇതിനു മുമ്പ് ധൃതി പിടിച്ചെടുത്ത തീരുമാനങ്ങൾ അബദ്ധങ്ങളായെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ തിരുത്താണ്. അതേപോലെ തന്നെ ഇവിടെ ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. നിങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ ദിവസങ്ങൾ മുന്നോട്ടേക്ക് ഓരോ ദിവസത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ ഒന്ന് സ്കാറ്റേർഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഓർഗനൈസ്ഡ് ആവുക, നിങ്ങളുടെ ചിന്തകൾ ആദ്യം എല്ലാം ഒന്ന് ഒരുമിച്ച് ചിന്തകൾ കൂട്ടിച്ചേർക്കുക, അതിനുശേഷം പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ ഇനിയും സമയമുണ്ട്, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതൊന്നും അല്ല. ഇനിയും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ്, സ്പിരിച്വൽ അവേക്കനിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന ആ രീതിയിലേക്കൊക്കെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ എങ്ങനെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുമൊന്നുമില്ല. നിങ്ങളുടെ മുഴുവനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല, അതിന് സമയമെടുക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ഡൗട്ട് മാറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് പലർക്കും ഉള്ള പ്രശ്നമാണ്, അവർ സ്വയം അക്സെപ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കിക്കാണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ടുന്ന കാര്യങ്ങൾ മാറ്റുകയും തിരുത്തേണ്ടത് തിരുത്തുകയും നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും, അതിന് സ്വയം അനുമോദിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.